നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ അന്വേഷണം വൈകുന്നതിൽ സംസ്ഥാന പോലീസിനെ വിമർശിച്ച് ഹൈക്കോടതി. 4 വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴക ഒഴിവിലേക്ക് വീണ്ടും നിയമനം നടത്തും. ഈഴവ സമുദായക്കാരെ തന്നെ കഴക പ്രവൃത്തിയിലേക്ക് നിയമിക്കുമെന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ. മണലൂരിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളായ അച്ഛനും മകനും ജീവപര്യന്തം തടവ്. തിരുത്തിയിൽ വേലുക്കുട്ടി, മകൻ അനിൽകുമാർ എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ദേവസംഗമ ഭൂമിയായി ആറാട്ടുപുഴ. പൂരാവേശത്തിൽ അലിഞ്ഞ് 10,000. തൃപ്രയാർ തേവർക്ക് ഇന്ന് ഉത്രം വിളക്ക്. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 2,160 രൂപയുടെ വർധന. 1 പവൻ സ്വർണത്തിന് 68,480 രൂപ. ദേശീയപാത കുതിരാൻ തുരങ്കത്തിന് സമീപം വീണ്ടും ശുചിമുറി മാലിന്യം തള്ളി. പലതവണ ശുചിമുറി മാലിന്യം തള്ളിയിട്ടും വാഹനത്തെ പിടികൂടാൻ തയ്യാറാവുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ലഹരിക്കെതിരെ മുദ്രാവാക്യവുമായി തൃശൂർ ജവഹർ ബാലഭവനിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്വരാജ് റൌണ്ടിൽ റാലി നടത്തി. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ മുഖ്യാതിഥിയായി. കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണവും കൃഷിനാശവും തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുലർത്തുന്ന അനാസ്ഥയ്ക്കെതിരെ UDF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ യോഗം മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ജന്മശതാബ്ദിയുടെ നിറവിലെത്തിയ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ VK കൃഷ്ണനെ ജന്മനാടിന്റെ ആദരം. ബിൻസുദാസ് വടാശ്ശേരി ആദരം ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി പട്ടികവർഗ ഫണ്ട് വകമാറ്റുന്നതിനുൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദി ജനജാഗരണ യാത്ര നടത്തും. കളക്ടറേറ്റുകൾക്ക് മുന്നിൽ ധർണ നടത്തും. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ തൃശൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന മാർച്ചിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പങ്കെടുക്കും. ചാലക്കുടി നഗരത്തിലിറങ്ങി പുലി കാണാമറയത്ത് തുടരുന്നു. പുലിയെ പിടികൂടാൻ നാളെ സംയുക്ത പരിശോധന നടക്കും. വടക്കാഞ്ചേരി നഗരസഭയിലെ അകമല പട്ടാണിക്കാട് ജനവാസ മേഖലയിൽ ലൈസൻസോ മറ്റ് അനുമതികളോ ഇല്ലാതെ കഴിഞ്ഞ 8 മാസമായി പ്രവർത്തിക്കുന്ന അനധികൃത നായ വളർത്തൽ കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് വടക്കാഞ്ചേരി നഗരസഭ പാർലമെന്ററി പാർട്ടി നേതൃത്വം. വലിയ തുക വാങ്ങി സ്വകാര്യ ഉടമകളുടെ നായകളെ ഇവിടെ സംരക്ഷിക്കുകയും മൃഗസംരക്ഷണത്തിനുള്ള കേന്ദ്ര സർക്കാർ ഗ്രാന്റ് തട്ടിയെടുക്കുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പ്രഥമ പാർക്കായ ബ്ലൂ പേൾ ഹാപ്പിനെസ് പാർക്ക് തുറന്നു. E.T. ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. മുല്ലശ്ശേരി താണവീതി മാടൈക്കാക്കൽ റോഡ് നിർമ്മാണം തുടങ്ങി. FDR സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന ജില്ലയിലെ ആദ്യ റോഡാണിത്. മതിലകം സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. ക്ലബ് അംഗമായ നടൻ സൗബിൻ ഷാഹിറിന് ജന്മനാടിന്റെ ആദരം നൽകും. തിരുവിലാമല പാമ്പാടി മന്ദം ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശം ആരംഭിച്ചു. പനാവൂർ മന പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി കമ്മിറ്റി ഏർപ്പെടുത്തിയ വയലാർ രാമവർമ്മ സ്മാരക പ്രഥമ യുവ കാവ്യ പുരസ്കാരം അമൃത കേളകത്തിന്റെ 2 ഇലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന കാവ്യ സമാഹാരം അർഹമായി. 19-ന് വടക്കാഞ്ചേരി CPI ഓഫീസിൽ വയലാറിന്റെ 97-ാം ജന്മവാർഷികാഘോഷ സമ്മേളനത്തിൽ പുരസ്കാരം സമർപ്പിക്കും. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു. വെറ്റിലപ്പാറ സ്വദേശി എലാം പ്ലാശ്ശേരി വീട്ടിൽ ജിമ്മിക്കാണ് പരിക്കേറ്റത്.
ചിറ്റണ്ട തലശ്ശേരി പാതയിൽ കാട്ടുപന്നികൾ കാറിന് കുറുകെ ചാടി അപകടം. വാഹനത്തിന്റെ മുൻവശം തകർന്നു. വരവൂർ വെട്ടാണി കയറ്റത്തിൽ കാട്ടുപന്നികൾ കൂട്ടമായി റോഡിലിറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് കുറുകെ ചാടുകയായിരുന്നു. ഇരിങ്ങാലക്കുട മാടായിക്കോണത്തെ പാടശേഖരത്തിൽ നിന്നും എക്സൈസ് കഞ്ചാവ് ചെടി കണ്ടെത്തി. മുരിയാട് കായലിന്റെ തെക്കേ കോൾപ്പാടം കുടിലിങ്ങപ്പടവ് മോട്ടോർ ഷെഡിന്റെ സമീപത്തു നിന്നാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. മധുര ഗുരുവായൂർ മധുര എക്സ്പ്രസിൽ നിലവിലുള്ള ICF കോച്ചുകൾക്ക് പകരം CBC കപ്ലിംഗുകളോട് കൂടിയ കോച്ചുകൾ ഏർപ്പെടുത്തുവാനും 4 ജനറൽ കോച്ചുകൾ സ്ലീപ്പർ കോച്ചുകളായി മാറ്റുവാനുമുള്ള റെയിൽവേ തീരുമാനം പിൻവലിച്ചു. നിലവിൽ 14 കോച്ചുകളോട് കൂടിയാണ് ട്രെയിൻ ഓടുന്നത്. റംസാൻ അവധിക്ക് ശേഷം മദ്രസകളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള വിദ്യാരംഭം നടന്നു. മുല്ലക്കര മുസ്ലിം മഹൽ ജുമാഅത്തിലെ റിയാളുൽ ഉലൂം മദ്രസയിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെയും മദ്രസ ഓഫീസിന്റെയും ഉദ്ഘാടനം മഹൽ ഖത്തീബ് അബ്ദുൽ കബീർ നിസാമി നിർവഹിച്ചു. കവിയും ഗാനരചയിതാവുമായിരുന്ന P. സലീം രാജിന്റെ 1ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായുള്ള അനുസ്മരണ സമ്മേളനം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് VT പ്രേംപ്രസാദ് അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിലെ രോഗികൾക്ക് കിറ്റ് വിതരണം നടത്തി. കുന്നംകുളം SI ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ 2ാം ഘട്ട പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. മതിലകം പൊക്ലായ് ബീച്ചിൽ 11-ന് E.T. ടൈസൺ MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ മൗനം പാലിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. യാക്കോബയ സുറിയാനി സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പഴയന്നൂർ വിശുദ്ധ മർത്തമറിയം സിംഹാസന പള്ളിയിൽ 3 ദിവസമായി നടന്നുവരുന്ന വെക്കേഷൻ ബൈബിൾ ക്ലാസ് സമാപിച്ചു. വികാരിമാരായ വൈദികർ ഗീവർ കുര്യാക്കോസ്, വൈദ്യൻ പറമ്പിൽ, തോമസ് തെടിയം പാലക്കൽ, കോർ എപ്പിസ്കോപ്പ അബ്രഹാം ചക്കാലക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊരുവെയിലിൽ തളരുന്ന യാത്രക്കാർക്ക് തുണയായ അധ്യാപകർ. അധ്യാപക സംഘടനയായ KSTA-യുടെ നേതൃത്വത്തിലാണ് യാത്രക്കാർക്കായി തണ്ണീർമത്തൻ ജ്യൂസ് വിതരണം ചെയ്തത്. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ തെരുവു നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. അകവളപ്പിൽ രാധാകൃഷ്ണന്റെ 85 വളർത്തു കോഴികളെയാണ് തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നത്. തൃശൂരിൽ കോക്കുഷ്യൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് നടന്നു. സെൻസൈ ഭാസ്കരൻ നേതൃത്വം നൽകി. പട്ടികവർഗത്തിൽപ്പെട്ട യുവാവിനെ തടഞ്ഞു നിർത്തി വെട്ടുകത്തി കൊണ്ട് കാലിൽ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ 4 വർഷവും 1 മാസവും കഠിന തടവിനും 40,500 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശി മേനാഞ്ചേരി വീട്ടിൽ ജോയിയാണ് SC/ST സ്പെഷ്യൽ കോടതി ജഡ്ജ് K. കമനി ശിക്ഷിച്ചത്. കാലടിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പാവറട്ടി സ്വദേശി നീലങ്കാവിൽ മുട്ടിക്കൽ ആന്റണിയുടെ മകൻ ബെന്നിയാണ് മരിച്ചത്. ജബൽപൂരിൽ ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസ് ജോർജിന്റെ സഹോദരന്റെ വീട് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ സന്ദർശിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനാകണം, രാഷ്ട്രീയക്കാരനായാലേ നല്ല ജനപ്രതിനിധിയാവാൻ കഴിയുമെന്ന് മുരളീധരൻ. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാതയുടെ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിച്ച യാർഡിൽ തീപിടുത്തം. ചെറുകുന്ന് റോഡരികിലുള്ള യാർഡിൽ പഴയ ബിറ്റുമിൻ സ്റ്റോറേജ് ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നതിനിടയിലാണ് തീപിടുത്തമുണ്ടായത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളെ അവഗണിച്ചെന്നാരോപിച്ച് BJP കൌൺസിലർമാർ നഗരസഭ യോഗം ബഹിഷ്കരിച്ചു. വാർഷിക പദ്ധതി അംഗീകരിക്കുന്ന യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയ BJP കൌൺസിലർമാർ പിച്ചച്ചട്ടിയേന്തി പ്രതിഷേധ പ്രകടനം നടത്തി. ഈ മാസം 27-28 തീയതികളിൽ അരിമ്പൂരിൽ നടക്കുന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 25ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. KA ജോയ് ചെയർമാനും പീതാംബരൻ ഇയാനി ജനറൽ കൺവീനറായും 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചു.
നെല്ലായി മഹാമുനി മംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 11, 12, 13 തീയതികളിൽ ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി അകത്തുമനക്ക് ശ്രീജേഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.